ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പ്രവചിക്കുന്ന ഇത് വരുന്നതെന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോഴാണ് 6ാം ഇന്ദ്രിയം തുറക്കുന്നത്. അപ്പോഴാണ് നമുക്ക് 6th സെൻസ് ഓപ്പൺ ആവുന്നത്. മഹത്തായ ചിന്താഗതി. ഈ കസേരയിലോട്ട് ഇരിക്കുന്നേ ഞാൻ ഒന്ന് കാണട്ടെ. അത് അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ അമിതമായി വ്യാപിച്ച് മാനവരാശിക്ക് വൻ നാശമുണ്ടാവും എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ ഒരു പ്രഡിക്ഷന്റെ പേരിലാണ് എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് തരുന്നത്. നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. ഈ ആത്മീയതയെ പറ്റി ഇവരെല്ലാവരും സംസാരിച്ചു. എന്താണ് ആത്മീയത എന്ന് ഒരൊറ്റ വാക്കില് ഇവരാരെങ്കിലും ഒരു ആൻസർ തരട്ടെ. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തയാണ്. അപ്പൊ വന്താൻ തലവരവ നേരത്തെ പറഞ്ഞ ആത്മീയത എങ്ങനെയാണെന്ന് നിർവചിക്കാൻ പറ്റുമോ? ആത്മീയത ആത്മീയവാദികൾക്ക് പോലും നിർവചിക്കാൻ പറ്റില്ല. ആത്മീയത എന്ന് പറയുന്ന ഒരു പുകയാണ്. ആത്മീയതയുടെ വക്താക്കളാണ് നിർവചിക്കേണ്ടത്. അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല. അങ്ങൊന്ന് നിർവചിക്കുമോ? അത് ആത്മീയത എന്താണ്? എന്താണ് ആത്മീയത? അതൊരു തപസ്യ. ആ നൃത്തസാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ആത്മീയത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. എന്താ അവസ്ഥ? ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത്? അതാണ് ചോദ്യം. ഉത്തരം പറ. അത് നിങ്ങൾക്ക് പഞ്ചസാരേനെ ഇത് നിർവചിക്കാം. അതൊരു അത് ആ പഞ്ചസാരേനെ നക്കുമ്പോ അതിലൊരു മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും. ആ മധുരം എങ്ങനെ ഇരിക്കുകയാണെന്ന് നിർവചിക്കാം. ഇല്ല, നിർവചിക്കാൻ പറ്റില്ല. അത് ഒരു അനുഭവമാണ്. അതാണോ ആത്മീയത? അതാണോ ആത്മീയത? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത? ആണോ? ആണെങ്കിൽ പറയട്ടെ, പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണ് ആത്മീയത എങ്കിൽ പറയട്ടെ. ഞാൻ ചോദിക്കാം, ആണെന്ന് പറയട്ടെ. അതാണോ ഉദ്ദേശിച്ചത്? അതല്ല. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം തർക്കശാസ്ത്രം പോലെ പകുതി അടഞ്ഞു കിടക്കുന്ന കഥവെന്നും പകുതി തുറഞ്ഞു കിടക്കുന്ന കഥവെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. നമ്മൾ ചില കാര്യങ്ങള് ഇപ്പം സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ആത്മീയതയുടെ വാണവും റോക്കറ്റും നേരത്തെ പറഞ്ഞ വിമാനം ഇപ്പൊ സെറ്റാക്കി തരാം. സുഷുമ്ന എന്ന് പറയുന്ന 3 സംഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും മൂലാധാരം തൊട്ട് സഹസ്രാധാരം വരെ എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾക്കോ വേറെ ആർക്കെങ്കിലും ചെയ്ത് തീർക്കാവുന്നതല്ലാത്ത ഒരു കാര്യം, ഒരു അസുഖം, എന്റെ മരണം, തീയതി, സമയം ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രവചിക്കുക. ആളുകൾ മൊത്തം കേൾക്കുകയാണ്. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. നിങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് ആഴം അറിയണമെങ്കിൽ ഇതിപ്പോ പ്രവചിക്കൂ. ഇപ്പൊ പ്രവചിക്കൂ, ഞാൻ റെഡിയാണ്. പ്രവചിക്കല്ല, 2 തരികയാണ്. എന്താടാ മുലപ്പാല് കിണിയുണ്ടാ നാക്കില്? എന്റെ കാലിലെ 2 രോമം പിഴുതെടുക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വരാം. എല്ലാ സ്വാമിമാരും ഉത്തരം മുട്ടുമ്പോൾ ആസാമ്യമാരാകും. ഈശ്വര, ഞാനിങ്ങനെ ഒരു കോമർ കഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. ഈ വിശ്വാസികളെ നേരത്തെ പറഞ്ഞ മജീഷ്യൻ പറഞ്ഞ ജനങ്ങളുടെ ദൈന്യതയെ ചൂഷണം ചെയ്ത് മൃഷ്ടാന്നം ഭക്ഷിക്കുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന കുറെ ആളുകള്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അദ്ദേഹത്തെ വിശ്വസിച്ച ഒരു പെണ്ണിനെ അദ്ദേഹം സംരക്ഷിക്കാതെ അദ്ദേഹം അത് മോഹിപ്പിച്ച് പറ്റിച്ചതിന് അതും വഞ്ചനയല്ലേ എന്ന് ചോദിക്കൂ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ട്രസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ വിമാനത്തിന്റെ കേസ് പറഞ്ഞു. വിമാനത്തിന്റെ കേസ് പറയുമ്പോൾ അദ്ദേഹം ഉപമിച്ചത് വല്ലാത്തൊരു ഉപമയായി പോയി. ഫ്ലാഷ് ബാക്ക്. എയർപോർട്ടിൽ പോയി വിമാനത്തിന്റെ അടുത്ത് നിന്നാൽ മാത്രമേ വിമാനത്തിന്റെ വലിപ്പം അറിയാൻ സാധിക്കൂ. എന്തോ എങ്ങനെ? വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരാൾ താഴെ നിന്ന് എന്റെ കൈയുടെ നീളമേ അതിനുള്ളൂ, ഒരാൾക്ക് പോലും അതിനകത്ത് കടക്കാൻ സാധിക്കില്ല എന്ന് പറയാം. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അയാൾ പറയുന്നത് യുക്തിയാണ്. സഞ്ചരിച്ച ആൾ വിശ്വാസിയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതായത് വിമാനത്തിനകത്ത് കയറി 200 മീറ്റർ വീതിയും 1000 ആളുകൾ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ആള് വിശ്വാസിയും, താഴെ നിന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആള് യുക്തിവാദിയും. എങ്ങനെയുണ്ട് അയാളുടെ യുക്തി? എല്ലാരും വിളിച്ചു. വിമാനത്തിൽ നമ്മൾ കയറുന്നു. ഇത് നാളെ അല്ലെങ്കിൽ അടുത്ത ഒരു മണിക്കൂർ ഇന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യും
എന്നത് ട്രസ്റ്റാണ്, അത് ഫെയ്ത്ത് അല്ല. മനസ്സിലായ പിന്നെ അത് സയൻസിന്റെ ആ ഒരു രീതിയോട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, നമുക്ക് മുന്നറിവിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നതാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അമ്മ കാണിച്ച ആളാണ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു ബിലീഫാണ്. അത് നമുക്ക് അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് DNA തെളിയിക്കുമ്പോൾ DNA ഇല്ലാത്ത കാലത്ത് പറയുന്ന കാര്യം ഞാനത് ചോദിക്കരുതായിരുന്നു. ഒരു കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് ഫെയ്ത്ത്. അത് അന്ധമാണ്, അന്ധവിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം അന്ധവിശ്വാസം രണ്ടില്ല. പേഴ്സണൽ കാര്യം ഞാൻ ഒരാളെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് ഈ ഹിമവൽ ഭദ്രാനന്ദ ആ വ്യക്തിയുടെ പേരോ നാളോ ആ പേരോ നാളോ ഇവിടെ വെച്ചാൽ ഞാൻ നാളെ മുതൽ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിന് പാദസേവ ചെയ്ത അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് അദ്ദേഹം ഇവിടെ തെളിയിക്കണം. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. ഒരു മിനിറ്റ്, പ്രേമം എന്താണെന്ന് അയാൾ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇനിയിപ്പോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ പ്രേമിച്ചു വഞ്ചിച്ചു, ഞാൻ പ്രേമിച്ചു വഞ്ചിച്ചത് ആൾക്ക് അറിയാം. അല്ലല്ല, പ്രേമം ഇനി ഞാൻ ആൾക്ക് പറയണം. എന്നിട്ട് ആ പ്രേമം എനിക്ക് ഭാര്യ കൂടെ വന്നിട്ടില്ലേ? എന്റെ ഭാര്യ ഇതായിരിക്കണം. ഇതാണോ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എവിടുന്ന കിട്ടുന്നെന്ന് പറയാം. കണ്ടു കാണുമെന്തോ ശിവനെ. വീട്ടിൽ ഇതുപോലെ തന്നെയാണോ സ്വഭാവം? അല്ലല്ലേ, ഞാൻ ഈ ഷോക്ക് വേണ്ടി ഇങ്ങനെ ആയതാണ്. ഇടഞ്ഞാലേ ഉള്ളൂ കേട്ടോ കുഴപ്പം. കുഴപ്പമെന്ന് വെച്ചാ കഥ കഴിഞ്ഞു കരുതിയാ മതി അവന്റെ. ഈ പ്രേമത്തിന് വഞ്ച സിജി എന്ന് പറയുന്ന അവള് ചിരിച്ചോണ്ട് ആ കുട്ടി ഇരിക്കുന്നത്. പക്ഷെ ആ കുട്ടി എത്രമാത്രം ചില സന്ദർഭങ്ങളിലൂടെ സംഘർഷ അനുഭവങ്ങൾ ആ കുട്ടി ഫേസ് ചെയ്യുന്നു എന്നുള്ളത് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഗിവ് യു എനി കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ. എവിടെ സ്വാമി എന്റെ മരണം പ്രവചിക്കും? എന്റെ മരണ തീയതി, സമയം, എനിക്ക് വരാനിരിക്കുന്ന അസുഖം പ്രവചിക്കും. ഇപ്പോ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. ആന്തരിക സംഘർഷത്തിന് നടുവിൽപ്പെട്ട് ഉഴലുകയാണോ? ഒരിക്കലും അല്ല. എന്റെ ചുറ്റുമുള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എഴുതി വെച്ചോളൂ. നിങ്ങൾ പറയില്ല നിങ്ങൾക്കുള്ള ഇതെല്ലാം കുട്ടി ഇതേ ശ്രീകണ്ഠൻജീനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് കരയുന്ന ദിവസം വൈകാതെ ഉണ്ടാവും. 18 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കൈയടിക്കും. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ഇയാൾ ഈ ആത്മീയത, ഈ പ്രണയം എന്ന് പറഞ്ഞു, ഇയാൾക്ക് ആത്മീയതയിൽ നിന്നാണ് ശ്രീകണ്ഠൻജി യഥാർത്ഥ പ്രണയം ഉണ്ടാവുന്നത്. ഭയങ്കരം തന്നെ. അതുകൊണ്ടാണ് പ്രണയം ഉണ്ടാവുന്നതുകൊണ്ടാണ് സ്വാമിമാര് മലമുകളിൽ കയറി പോകുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.